എന്റെ ജീവന്റെ വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേകി എന്റെ പാപത്തിൻ പരിഹാരമാകുവാൻ നാഥാ നിൻ തിരുരക്തമൊഴുകി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. യുദ്ധവാർത്തകളാണ് ദിവസം പ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലല്ലേ യുദ്ധം എന്ന് പറഞ്ഞ് അത് നിസ്സാരമായി തള്ളിക്കളയാനാവില്ലല്ലോ. അമേരിക്കയും ഇതിൽ പങ്കാളിയായതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ്റെ ആക്രമണങ്ങൾക്ക് ഇരയായിത്തീരുന്നതുകൊണ്ട് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും എണ്ണ പ്രകൃതിവാതക മേഖലയിൽ പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. രൂപയുടെ മൂല്യം വളരെയധികം ഇടിഞ്ഞു. ഒരു അമേരിക്കൻ ഡോളർ കിട്ടണമെങ്കിൽ 92 രൂപയിലധികം കൊടുക്കേണ്ട അവസ്ഥയിലാണ്. അത് മുഖാന്തരം ജീവിത ചെലവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പൊതുവെ എല്ലാവരും എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വിസ്മരിക്കുന്ന കാര്യം മനുഷ്യജീവൻ്റെ വിലയാണ്. എത്ര പേരാണ് ദിവസേന കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കുരുന്നുകൾ മുതൽ പ്രായമേറിയവർ വരെ ഇത്തരം ദുരന്തങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം മാത്രമല്ല, വ്യക്തിവൈരാഗ്യ നിമിത്തവും എത്രയോ ജീവനുകളാണ് നമ്മുടെ നാട്ടിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവനെ ഒരു വിലയും കൽപ്പിക്കാത്ത ലോകം. എന്നാൽ ദൈവവചനമായ ബൈബിൾ മാത്രമാണ് ഒരു മനുഷ്യജീവൻ്റെ വില ഈ ലോകത്തേക്കാൾ വിലയേറിയതാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ അവതരിച്ചത് മനുഷ്യവർഗത്തെ നിത്യനാശത്തു നിന്നും വീണ്ടെടുക്കുവാനായിട്ടാണ്. അതിനുവേണ്ടി ക്രിസ്തു തൻ്റെ രക്തം മുഴുവനുമായി മനുഷ്യവർഗത്തിനു വേണ്ടി ദാനം ചെയ്തു. മനുഷ്യൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-14 വാക്യങ്ങൾ. ഈ തിരുവചനമാണ് ഡോക്ടർ ഹാർവിയെ ബ്ലഡ് ബാങ്ക് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. അനേകർ ഇന്ന് അവരുടെ രക്തം ദാനം ചെയ്യുന്നു. ഒരു ജീവൻ രക്ഷിക്കുവാൻ ഒരു പരിധിവരെ രക്തദാനം ഉപകാരമായി തീരുന്നു. ഇത് കേവലം ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. മനുഷ്യൻ മരണത്തിന് അധീനനാണ്. മരണം ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചത് ആദ്യ മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തമാണെന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. എന്നാൽ ശാരീരിക മരണത്തിനപ്പുറം ഒരു നിത്യമരണമുണ്ട്. അതിനെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് നിത്യനാശം എന്ന ശിക്ഷാവിധി എന്നാണ്. ഒരാളും ഈ നിത്യനാശത്തിന് ഇരയാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത്യുന്നതനായ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യജന്മം എടുത്തു വന്നു. അങ്ങനെ ക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു തീർത്തു. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആ രക്തം ഏറ്റവും വിലയേറിയ രക്തമാണെന്ന് വചനം പ്രസ്താവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്താൽ ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ ലഭിക്കുവാൻ ഇടയാകുന്നു. മറ്റുള്ളവർ നമ്മെ വിലമതിച്ചില്ലെന്ന് വരാം. എന്നാൽ അത്യുന്നതനായ ദൈവം നമ്മെ ഏറ്റവും വിലപ്പെട്ടവരായി കാണുന്നു. അതെ, നാം നമ്മുടെ സൃഷ്ടാവിനെ വിലപ്പെട്ടവരാണ്. വിശ്വാസത്താൽ ദൈവമക്കളായി തീരുമ്പോൾ ആ ജീവിതത്തിൻ്റെ മൂല്യം പിന്നെയും വർദ്ധിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മകനേ, നീ എൻ പ്രാണൻ വില, മകനേ